മൈസൂർ ദേശത്ത് നിന്നും വന്ന വീണക്കാരൻ നന്ദരാമന് മാസം 1 75 പണം കൊടുക്കാൻ കൽപ്പിച്ചുത്തരവായിരിക്കുന്നു. നന്ദരാമൻ. ഗ്വാളിയർ ദേശത്ത് നിന്നും വന്ന വിദ്വാൻ ലക്ഷ്മണദാസിന് വഴിച്ചെലവിനായി 350 പണം കൊടുക്കാൻ കൽപ്പിച്ചുത്തരവായിരിക്കുന്നു. ലക്ഷ്മണദാസ്. പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കത്ത് അടിയന്റെ പേർക്കാണ്. വായിക്കൂ. വായിക്കൂ. Let me bring your urgent attention to the following fact. The directors of East India Company learn with anxiety that your king, His Highness Swati Tirunal, is spending a lot. താങ്കളുടെ രാജാവ് സ്വാതി തിരുനാൾ തിരുമനസ് തന്റെ കലാപ്രവർത്തനങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും വേണ്ടി രാജ്യത്തിന്റെ സാമ്പത്തിക നില അപകടത്തിലാക്കുന്ന വിധം കണക്കിൽ കവിഞ്ഞ് ചെലവ് ചെയ്യുന്നു എന്ന വസ്തുത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ ഉത്കണ്ഠാപൂർവ്വം മനസ്സിലാക്കുന്നു. ആയതിനാൽ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് അവർ അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. സാധ്യമല്ല. നമ്മുടെ അവകാശം അടിയറ വയ്ക്കാൻ നാം തയ്യാറല്ല. ചില കാര്യങ്ങൾ ഉണർത്തിക്കാനുണ്ട്. ദിവാൻജി എന്ന നിലയ്ക്കല്ല. അങ്ങന്റെ ഗുരുനാഥനാണ്, കൂട്ടുകാരനാണ്. ആ റിപ്പോർട്ട് അയക്കുന്നതല്ലേ നല്ലത്? നാട്ടുരാജ്യങ്ങൾ ഒട്ടുമുക്കാലും ബ്രിട്ടീഷുകാരുടെ അധീനതയിലാണ്. തിരുവിതാംകൂറിനെ എന്തുകൊണ്ടോ അവർ ഒഴിവാക്കി. നയപരമായി നീങ്ങിയെങ്കിലേ ഇപ്പോഴുള്ള സ്വാതന്ത്ര്യമെങ്കിലും സംരക്ഷിക്കാനാവൂ. ഇതൊക്കെ നമുക്കും അറിവുള്ളതാണ്. നമ്മുടെ ഖജനാവിന്റെ സ്ഥിതി നമ്മൾ മാത്രമേ അറിയണ്ടൂ. ദിവാൻജിക്ക് പോകാം. ഈ ചെറിയ കാര്യത്തിന് ഉണ്ണി ഇത്രയ്ക്ക് ക്ഷോഭിക്കേണ്ടതുണ്ടോ? എനിക്കിത് ചെറിയ കാര്യമല്ല. ഇന്നവർ ഖജനാവിന്റെ കണക്ക് ചോദിക്കുന്നു, നാളെ മറ്റു ചിലത്. അപ്പോ കമ്പനിയോട് എതിരിടാൻ തന്നെയാണോ ഭാവം? അത് അവർ തീരുമാനിക്കട്ടെ. നാളിതുവരെ ബ്രിട്ടീഷുകാർ നമ്മോട് നല്ല രീതിയിലേ പെരുമാറിയിട്ടുള്ളൂ. അതിന് ലക്ഷ്യങ്ങൾ വേറെയാണ്. അവർ നേരിട്ട് ഭരിക്കുന്ന മലബാറിലും മറ്റും ഇല്ലാത്തത്ര കുരിശടികൾ ഇവിടെയാണുള്ളത്. അമ്മയുടെയും ഇളയമ്മയുടെയും കാലത്താണ് അവർ നേടിയെടുത്തത്. നിങ്ങളത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അറിയാഞ്ഞിട്ടല്ല, മറ്റു മാർഗമില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം ആർക്കും അടിമപ്പെട്ടിട്ടില്ല. എന്റെ അപേക്ഷ കമ്പനിയോട് ഇടയരുതെന്നാണ്. ഉണ്ണിക്ക് വേണ്ടിയാണെങ്കിലും 14 വർഷം ഞാനും ഈ രാജ്യം ഭരിച്ചതാണ്. അതിന്റെ ഫലമാണമ്മേ ഞാനിന്ന് അനുഭവിക്കുന്നത്. റാണിയുടെ ചെറിയൊരു അസുഖത്തിന് മരുന്ന് വാങ്ങാൻ പോലും ബ്രിട്ടീഷുകാരുടെ അനുവാദം തേടിക്കൊണ്ടെഴുതിയ കത്ത് നമ്മുടെ പാലസ് റെക്കോർഡിലുണ്ട്.
ഓമനത്തിങ്കൽ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവായ ഇരയിമ്മൻ തമ്പിയാണിത്. ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ, കിളിപ്പാട്ടുകൾ, കീർത്തനങ്ങൾ, വർണ്ണങ്ങൾ, രാഗമാലിയകൾ തുടങ്ങി നിരവധി കൃതികൾ തമ്പിയുടേതായുണ്ട്. രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ. ആ തമ്പിയോ? പൊയ്ക്കോളൂ. ഈ ഉള്ളവന്റെ ഒരു കൃതിയാണ് കൽപ്പിച്ച്. ദക്ഷയാഗം ആട്ടക്കഥ. ആഹാ, ഉണ്ണിക്കാണു സമർപ്പണം. നന്നായി. അനന്ത ജന്മാർജിതമാം അസ്മൽ പുണ്യഫലം അനവദ്യ കന്യാരൂപം കാൺക നീ. വല്ല വർണ്ണമോ കീർത്തനമോ ആയിരുന്നെങ്കിൽ ഒന്ന് മൂളി നോക്കാമായിരുന്നു. അനന്ത ജന്മാർജിതമാം അസ്മൽ പുണ്യ ഫലം അനവദ്യ കന്യാരൂപം അനവദ്യ കന്യാരൂപം കാൺക നീ. മാനം തന്നിൽ കൃപ ഇല്ലേ, മാനം തന്നിൽ കൃപ ഇല്ലേ. ദക്ഷയാഗം ആട്ടക്കഥ. ഉണ്ണിക്കാണ് സമർപ്പണം. ശ്രീപത്മനാഭൻ സമർപ്പിക്കുന്നതല്ലേ നന്ന്? വൈദ്യന്മാർ, പ്രജകൾ എല്ലാവരുടെയും വിശ്വാസത്തിനെതിരാവുക? നാം നാട്ടുചികിത്സയ്ക്കെതിരല്ല, ഒരു സമ്പ്രദായത്തിനും എതിരല്ല. അനവധി ആളുകൾ ദിവസവും മരിക്കുന്നു, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ. അമ്മ മഹാറാണിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതുപോലും പെട്ടെന്ന് ഫലം തരുന്ന വൈദ്യസമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടല്ലേ? അലോപ്പതി ചികിത്സ നടപ്പിലാക്കാൻ നാം നിശ്ചയിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു ധർമാശുപത്രി തുടങ്ങാനും അവിടെ ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ നിയമിക്കാനും നാം കൽപ്പിക്കുന്നു. ഈ പച്ചപ്പ് ശ്രുതിയോ ആലാപനമോ? മനസ്സ് നിബിഡമായൊരു സംഗീതമാകുന്നു. ആഴി, നീരാവി, കാർമുകിൽ, വർഷം, നദികൾ, പിന്നെയും സമുദ്രം. ഇരിപ്പൂ കൃഷിക്ക് പറ്റിയ നിലമാണിത് അല്ലേ? അമ്മാവന് കൃഷിയെന്ന് വെച്ച ജീവനാണ്. ഇതുപോലെ രേല പതിച്ചു കൊടുത്ത ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റാൻ കുറെ പണമാവില്ലേ?
മൃഗശാല പണിത രാജാവെന്ന് വിദ്വാൻമാർ പുകഴ്ത്തിയേക്കും. എന്നാൽ ജനങ്ങൾ പറയുന്നതോ എന്താ? മനുഷ്യന് ചെറ്റപ്പുരയും മൃഗങ്ങൾക്ക് മാളികയും. ഇക്കുറി അമ്മാവൻ എന്താ ഓണസമ്മാനം കൊടുക്കുക? അമ്മാവന് ആ മാർത്താണ്ഡയാല പതിച്ചു കൊടുത്താലോ? എന്നാലേ നാട്ടിലൊരു വിലയുള്ളൂ എന്ന്. വീണെടുത്തു വരൂ. വേണ്ട. കൽപ്പനയാണോ? ഇന്ന് തിരുവാതിരയാണ്. അതിനെന്താ? ഇന്ന് തിരുവാതിരയല്ലേ? പാതിരാക്ക് അമ്പലത്തിൽ നിന്ന് കുരവ കേൾക്കുന്നവരെ ഞാൻ വീണമീട്ടാം. അല്ല, പുലരും വരെ വീണമീട്ടാം, അങ്ങടുത്തുണ്ടെങ്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ. അമ്മാവൻ എന്നോട് കോപിച്ച മട്ടാണ്. എന്റെ അമ്മാവൻ എന്നോട് കോപിച്ച അങ്ങക്കെന്താ, അല്ലേ? എന്നെ വളർത്തിയതും ഈ നിലയിൽ എത്തിച്ചതും അദ്ദേഹമാണ്. ഞാൻ അമ്മാവന് വാക്കു കൊടുത്തുപോയി, അതുകൊണ്ടാ. മുമ്പത്തെ രാജാക്കന്മാർ അവരുടെ ഭാര്യ വീട്ടുകാർക്ക് എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മാവൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. ഇഷ്ടപ്പെട്ട ഒരു ഏല അതങ്ങ് പതിച്ചു കൊടുത്തൂടെ? കിടക്കറ സാമർഥ്യം കൊണ്ട് കെട്ടിലമ്മമാർ പലതും നേടിയിട്ടുണ്ടാവാം. നാരായണീയ മംഗലം കഴിച്ചത് ആ സാമർഥ്യത്തിന്റെ പേരിലല്ല. എന്താ ഉണ്ണി ഇത്? ഇതിനു മുമ്പ് ഉണ്ണിക്ക് ഇങ്ങനെ വന്നല്ലോ. കൊട്ടാരം വൈദ്യന് ആളയച്ചിട്ടുണ്ട്. വേണ്ട. ഇത് തന്നെയല്ലേ ഉണ്ണി എന്നും പറയാറ്? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? എന്തിനാ ഉണ്ണി ഞങ്ങൾ എങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാനൊന്നും ഉദ്ദേശിച്ചല്ലമ്മേ പറഞ്ഞത്. जमुना किनारे प्यारे कदम तर मोहना बांसुरी बजावे बांसुरी बजावे जमुना किनारे प्यारे कदम तर मोहना बांसुरी बजावे बांसुरी बजावे सखी कुंज भवन
बांसुरी बजावे बांसुरी बजावे पद्मनाभ दीन बंधु पद्मनाभ दीन बंधु पद्मनाभ दीन बंधु पद्मनाभ दीन बंधु मेरो ताल बढ़ाओ प्रभु गोपीनाथ गिरिधरा प्रभु गोपीनाथ गिरिधरा प्रभु गोपीनाथ गिरिधरा प्रभु गोपीनाथ गिरिधरा राजू मेरे मन में यमुना किनारे प्यारे कदम तरमोरना बांसुरी बजावे बांसुरी बजावे അടിയൻ ഓരോ പ്രദേശത്തും നാട്ടുനടപ്പനുസരിച്ച് നൽകുന്ന ശിക്ഷ. മാർത്താണ്ഡം ക്ഷേത്രമക ഭണ്ഡാരത്തിൽ നിന്നും രണ്ടിടങ്ങഴി വെളിച്ചെണ്ണ കട്ട കുറ്റത്തിന് കീഴ്ശാന്തി സുബ്രഹ്മണ്യൻ എമ്പ്രാന്തിരി ശുചീന്ദ്രൻ കൈമുക്കിന് വിധേയനായി തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന്. ദുർനടപ്പുകാരികൾക്കുള്ള ശിക്ഷ. ഈ പ്രാകൃതമായ ശിക്ഷാരീതികൾ അവസാനിപ്പിച്ചേ പറ്റൂ മിസ്റ്റർ കണ്ടൻ മേനോൻ. ശുചീന്ദ്രം കൈമുക്ക്, തലമുണ്ടനം ചെയ്ത് നാടുകടത്തൽ തുടങ്ങിയ ശിക്ഷകളെ നാം നിർത്തലാക്കുന്നു. ഓരോ പ്രദേശത്തും ഓരോ ശിക്ഷാരീതികൾ. നാട്ടുപ്രമാണിമാർക്ക് ശിക്ഷ വിധിക്കാനുള്ള അവകാശം നാം റദ്ദ് ചെയ്യുന്നു. ഒരു കോർട്ട് മാനുവൽ തയ്യാറാക്കുന്നതിനും കോടതി നടപടികൾ പരിഷ്കരിക്കുന്നതിനും മിസ്റ്റർ കണ്ടൻ മേനോനെ നാം ചുമതലപ്പെടുത്തുന്നു. അടിയൻ പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസത്തെ
കോസലേന്ദ്ര മാമവമിത കോസലേന്ദ്ര മാമവമിത കോസലേന്ദ്ര മാമവമിത ഗുണനിവാസ ഭഗവൻ കോസലേന്ദ്ര മാമവമിത ഗുണനിവാസ ഭഗവൻ കോസലേന്ദ്ര മാമ